ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MCube Tech. MCube Techൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണ്. നമ്മൾ വീടുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും CCTV ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 4-ാമത്തെയും 5-ാമത്തെയും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുമുമ്പ് ഈ ടെക് സംബന്ധമായ എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ലോക്കലായിട്ടുള്ള ബ്രാൻഡുകൾ സെർച്ച് ചെയ്ത് പോകാതെ നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ CCTV നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്വിഷൻ, CP+, അതോടൊപ്പം തന്നെ ഹൈ ഫോക്കസ്, ഇങ്ങനെ ടോപ്പ് ബ്രാൻഡുകൾ മാത്രം സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് നല്ല ക്വാളിറ്റി ലഭിക്കുന്നതോടൊപ്പം തന്നെ നല്ല സെക്യൂരിറ്റി ലഭിക്കും. കാരണം നമ്മൾ ഓൺലൈൻ വ്യൂ പോസിബിൾ ആവുന്ന സമയത്ത് നമ്മളതിൻ്റെ ക്ലൗഡ് സർവർ കൂടി നോക്കേണ്ട ആവശ്യമുണ്ട്. ക്ലൗഡ് സർവറിലൂടെയാണ് നമുക്ക് ഈ ഓൺലൈൻ വ്യൂ നടക്കുന്നത്. നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്ത് വിദേശത്ത് നിന്ന് കാണുമ്പോഴും അത് ആ ഡാറ്റ അത്രയും സെക്യൂർഡ് ആയിരിക്കണം. ലോക്കൽ ഏതെങ്കിലും ബ്രാൻഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ലോക്കൽ ബ്രാൻഡുകൾക്കും ക്ലൗഡ് സർവർ ഉണ്ടാവും, പക്ഷേ അത്രയും സെക്യൂർഡ് ആയിരിക്കില്ല. ഈ ഹൈക്വിഷൻ, CP+ പോലെയുള്ള ടോപ്പ് ബ്രാൻഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ക്ലൗഡ് സർവർ അത്രയും സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇത് മിസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CCTV എന്നുള്ളത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ്. എപ്പോഴും ഏത് സമയത്തും മെയിൻ്റനൻസ് ആവശ്യമുള്ള ഫീൽഡാണ്. സോ എപ്പോൾ വിളിച്ചാലും വരുന്ന രീതിയിലുള്ള ഒരു സർവീസ് നിയർ ബൈ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഡീലറെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. പിന്നെ മൂന്നാമത്തത്, ഓൺലൈൻ പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക. കാരണം CCTVൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും വരുന്നത്, ഇപ്പോൾ ഹൈക്വിഷൻ്റെ ആണെങ്കിലും CP+ൻ്റെ ആണെങ്കിലും പ്രോഡക്റ്റുകളെല്ലാം വരുന്നത് എക്കോ സീരീസ്, ദാറ്റ് മീൻസ് സാധാരണ റീറ്റെയിൽ മാർക്കറ്റിൽ സെയിലാവുന്ന സീരീസിൻ്റെ തൊട്ട് ലോക്കൽ സീരീസായ ക്വാളിറ്റി കുറഞ്ഞ ഒരു സീരീസാണ് ഓൺലൈൻ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനായിട്ട് സാധാരണ കാണാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകൾ കാണാറുണ്ട്. ഏകദേശം 10,000 റുപ്പീസിന് മൊത്തം CCTVൻ്റെ ഒരു പാക്കേജായിട്ട്, ഒരു പാക്കേജായിട്ട് അവർ അതിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊന്നും അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. ആക്ച്വലി അത് നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിൽ കിട്ടുന്ന നോർമൽ സീരീസിൻ്റെ തൊട്ട് താഴെയുള്ള എക്കോ സീരീസാണ്. അതിൻ്റെ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും നിങ്ങൾക്ക് ഡീപ്പായിട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ ഒരിക്കലും അതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഇടാറില്ല. സോ ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ഒരു ഡീലറിനെ വിളിച്ച് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു നല്ല ചാർജിന് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഓൺലൈനിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ, CCTVയുടെ കാര്യത്തിൽ ഓൺലൈനിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഒരു ഭാവിയിൽ മെയിൻ്റനൻസോ കാര്യത്തിന് നമ്മുടെ ലോക്കൽ ഡീലേഴ്സ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. CCTV മെയിൻ്റനൻസ് ഓറിയൻറ്റഡ് ഫീൽഡ് ആയതുകൊണ്ടും മാക്സിമം ഓൺലൈൻ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ ലോക്കൽ നിയർ ബൈ ഡീലറിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നാലാമത്തെ കാര്യം, നമ്മൾ ഒരു നല്ല ബ്രാൻഡ് സെലക്ട് ചെയ്തു, നല്ല ഡീലറിനെ സെലക്ട് ചെയ്തു, ഓൺലൈൻ പ്രോഡക്റ്റ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിന് ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ CCTV വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പോകാറില്ല. അത് ഓട്ടോമേറ്റഡ് മെയിൻ്റെനൻസ് സിസ്റ്റത്തിലേക്കായിരിക്കും വരിക. സോ നമ്മൾ അതിൻ്റെ റെക്കോർഡിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്യണം. സം ടൈംസ് ഹാർഡ് ഡിസ്ക് എന്തെങ്കിലും എറർ ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് നടക്കില്ല. പിന്നീട് നമ്മളത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് തിരിച്ചറിയുക. സോ റെക്കോർഡിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. പീരിയോഡിക്കലായിട്ട് 1 മന്ത് കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ആ റെക്കോർഡിംഗ് സ്ക്രീനിൽ റെഡ് ഡോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതൊരു പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്ത് വരണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡീലറിൽ അറ്റ്ലീസ്റ്റ് 6 മന്ത് കൂടുമ്പോഴെങ്കിലും 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് ആവശ്യപ്പെടണം. അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു മെയിൻ്റനൻസിൻ്റെ സംവിധാനം നിങ്ങൾ ഡീലറായിട്ട് സംസാരിക്കണം. ഈ നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ പോലും അറിയില്ല റെക്കോർഡിംഗ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നീട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മളത് എടുത്തു നോക്കുമ്പോൾ റെക്കോർഡിംഗ് അതിൽ കാണാനുണ്ടാവില്ല. സോ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം വാറണ്ടിയാണ്. ആക്ച്വലി നമ്മൾ ഒരു ഇൻസ്റ്റാളേഷൻ നടക്കുന്ന ആ സമയത്ത് തന്നെ ഡീലറിൽ നിന്ന് പ്രോപ്പറായിട്ട് ബില്ല് സഹിതമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക. ആ ബില്ലിൽ ഓരോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത, ഇപ്പോൾ CCTV എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ, DVR, ഹാർഡ് ഡിസ്ക്, അങ്ങനെ പവർ സപ്ലൈ, അങ്ങനെ കുറേ എക്യുപ്മെൻറ്റ്സ് വരും.
ആ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം സീരിയൽ നമ്പറോട് കൂടിയിട്ടുള്ള ബില്ല് നമ്മുടെ കയ്യിൽ വാങ്ങി സൂക്ഷിക്കുക. കാരണം ഓരോ പ്രോഡക്റ്റിനും 2 വർഷം അല്ലെങ്കിൽ 1 വർഷം വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഭാവിയിൽ നമുക്ക് ഈ പ്രോഡക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് ഉപയോഗിച്ച് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. സപ്പോസ് ഈ ഡീലർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും വേറൊരു ഡീലറിൽ കൊടുത്തിട്ട് നമുക്ക് ഈ ബില്ല് ക്ലെയിംസിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാ ടെക് വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. എന്ത് ടെക് പരമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you. Keep watching.